ആഡംബര ക്രൂസ് കപ്പൽ MV ഹോണ്ടയാസിൽ ഹാൻഡ വൈറസ് സ്ഥിരീകരിച്ചു. ക്രൂയിസിൽ കപ്പൽ 2 ഇന്ത്യക്കാർ ഉണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. വൈറസ് ബാധയെ തുടർന്ന് ഇതുവരെ 3 മരണം സ്ഥിരീകരിച്ചു. അർജന്റീനയിൽ നിന്ന് ആരംഭിച്ച് കാനറി ദ്വീപുകളിലേക്ക് ലക്ഷ്യമിട്ട ആഡംബര ക്രൂസ് കപ്പലാണ് MV ഹോണ്ടയാസ്. ഇതിലാണിപ്പോൾ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ക്രൂയിസ് കപ്പൽ 2 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ക്രൂ അംഗങ്ങളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ കപ്പൽ അധികൃതർ വ്യക്തമാക്കുന്നില്ല. വൈറസ് ബാധയെ തുടർന്ന് ഇതുവരെ 3 മരണം റിപ്പോർട്ട് ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന 5 പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി. മെയ് 11 കപ്പൽ സ്പെയിനിലെ കാനറി ഐലൻഡിൽ എത്തുമ്പോൾ എല്ലാ യാത്രക്കാരെയും പുറത്തെത്തിക്കുമെന്നാണ് വിവരം. കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 149 പേരാണുള്ളത്. ഹാൻഡ വൈറസിന്റെ ആന്റി സ്ട്രെയിനാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എലികളുടെ ഉണങ്ങിയ കാഷ്ടത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നുമുള്ള പൊടി വായുവിലൂടെ എത്തിയാണ് മനുഷ്യരിലേക്ക് ഹാൻഡ വൈറസ് പകരുന്നത്. വൈറസ് ശരീരത്തിലെത്തിയാൽ 1 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കാണുന്നത്. രോഗബാധിതനുമായി അടുത്ത ബന്ധം പുലർത്തിയാൽ മാത്രമേ രോഗം പകരുകയുള്ളൂ. 3 ആഴ്ചകൾക്ക് മുൻപാണ് അർജന്റീനയിൽ നിന്ന് MV ഹോണ്ടിയാസ് യാത്ര തുടങ്ങിയത്. അന്റാർട്ടിക്ക, ഫോക്ലാൻഡ് ദ്വീപുകൾ സന്ദർശിച്ച് സ്പെയിനിലെ കാനറി ദ്വീപുകളിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. നിലവിൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കേപ്പ് വെർഡെ ദ്വീപ് രാഷ്ട്രത്തിന് സമീപമാണ് കപ്പലുള്ളത്. രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. വൈറസിന്റെ ജനിതക ഖണ്ഡ പരിശോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.